അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വരുന്ന രക്ഷിക്കപ്പെടുക എന്നൊരു അനുഭവം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വരാൻ എന്താ ചെയ്യേണ്ടി? പരിശുദ്ധാത്മാവ് നമ്മൾ വരാൻ എന്ത് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ഞാൻ പറയാം, നമ്മൾ നൂറ്റാണ്ടുകളായി ചെയ്യുന്ന ആചാരങ്ങളിൽ പരിശുദ്ധാത്മാവ് വരുമോ? പ്രാർത്ഥിച്ചാൽ കിട്ടുമോ? പ്രാർത്ഥിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മറുചോദ്യം വരും, പ്രാർത്ഥിക്കാതെ അങ്ങനെ. പ്രാർത്ഥിക്കുന്നതിന് ഒരു അനുസരണത്തിലേക്ക് വരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നില്ല. പിന്നെന്താണ്, നമ്മൾ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് കിട്ടുന്നില്ല. 100 പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ദൈവത്തിന് പ്രസാദമാകുന്നില്ല, ആകുന്നോ? ഇതൊക്കെ മനുഷ്യർ ഓരോ വഞ്ചനയാണ്. മനുഷ്യർക്ക് ദൈവത്തിന് പ്രസാദം വരുന്നില്ല. ദൈവം പ്രസാദിക്കുന്ന ഒറ്റ കാര്യം തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തോ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണ്ടേ? യേശുക്രിസ്തു മോചകനാണ് അല്ലേ? പാപം മോചിച്ച് തരുന്നവനാണ്. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് കഠിനമായിരിക്കുന്ന രോഗം വന്നു, നിങ്ങൾ ആരെയും അന്വേഷിക്കുന്നത്? അല്ല, രോഗികൾക്കല്ലയോ വൈദ്യനെ കൊണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു വൈദ്യനെ നമ്മൾ അപ്പം ആ വൈദ്യന്റെ അടുക്ക ചെന്നാൽ മാത്രമേ ചെന്നാൽ കിട്ടുമോ? ചെന്നാൽ രോഗസൗഖ്യം കിട്ടുമോ? ചെന്ന് അവൻ നമ്മളെ പരിശോധിച്ച് അവൻ നമുക്ക് മരുന്ന് തരും. ആ മരുന്ന് തന്നുകൊണ്ട് നമുക്ക് സൗഖ്യം കിട്ടുമോ? ആ ഡോക്ടറിലും അവൻ തന്ന മരുന്നിലും വിശ്വാസം കൊണ്ടല്ലേ കഴിക്കത്തുള്ളൂ. അത് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സൗഖ്യം വരുവാൻ. അപ്പൊ ഡോക്ടറെ ചെന്ന് കണ്ടതുകൊണ്ടോ അവൻ്റെ ഇന്ന് മരുന്ന് മേടിച്ചുകൊണ്ടോ നമുക്ക് സൗഖ്യമില്ല, നമ്മളത് അനുഭവിക്കും. ഇപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, പിന്നെ എന്താണ്, കർത്താവിനെ നമ്മൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടത്തുള്ളൂ.